ഹലോ നമസ്കാരം. അയർലൻഡിനെതിരായിട്ടുള്ള സൗഹൃദ മത്സരത്തിൽ പോർച്ചുഗൽ 3 ഗോളുകൾക്ക് അയർലൻഡിനെ തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ അവിടെ 2 ഗോളുകൾ ഇരട്ട ഗോളുകളുമായി മിന്നിക്കത്തിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരുന്നല്ലോ. ഇന്നലെ കളിയുടെ 50-ാം മിനിറ്റിൽ CR7 വലകുലുക്കിയതോടുകൂടി ദേശീയ ടീമിനോടൊപ്പം 21 വർഷം തുടർച്ചയായി ഗോൾ നേടുന്ന ആദ്യ താരമായി ക്രിസ്ത്യാനോ റൊണാൾഡോ മാറിയിരിക്കുകയാണ്. അതെ, 2003 ആഗസ്റ്റിൽ കസാഖിസ്ഥാനെതിരായിട്ടുള്ള സൗഹൃദ മത്സരത്തിലാണ് CR7 പോർച്ചുഗീസ് ജേഴ്സിയിൽ ആദ്യത്തെ ഗോൾ കണ്ടെത്തുന്നത്. എന്നാൽ ഇപ്പോൾ ഇതാ അന്താരാഷ്ട്ര ഫുട്ബോളിൽ തന്റെ തുടർച്ചയായിട്ടുള്ള 21-ാം വർഷവും CR7 സ്കോർ ചെയ്തിരിക്കുന്നു. ഇന്നലെ ആ ഒരു മത്സരത്തിൽ ജാവോ ഫിലിക്സ് നേടിയ ആദ്യ ഗോളിൽ ആദ്യ പകുതിയിൽ അയർലൻഡിനെതിരെ പോർച്ചുഗൽ ലീഡ് സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ കൂടി രണ്ടാം പകുതിയിലായിരുന്നു പോർച്ചുഗൽ അവരുടെ ആധിപത്യത്തിൽ കളിച്ചുകൊണ്ടിരുന്നത്. അതെ, രണ്ടാം പകുതി തുടങ്ങി 5 മിനിറ്റിനുള്ളിൽ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോൾ പിറക്കുന്നു. പിന്നീട് 10 മിനിറ്റുകൾക്ക് ശേഷം കളിയുടെ 60-ാം മിനിറ്റിൽ CR7 വീണ്ടും വലകുലുക്കിയതോടുകൂടെ പോർച്ചുഗൽ ഒരു ഗംഭീര വിജയം തന്നെ അയർലൻഡിനെതിരെ സ്വന്തമാക്കുകയായിരുന്നു. എന്തൊക്കെയാലും 2023-24 സീസണിൽ CR7 അന്താരാഷ്ട്ര ഫുട്ബോളിലും അതുപോലെ തന്നെ ക്ലബ്ബ് ഫുട്ബോളിലും ആകെ കളിച്ചത് 58 മത്സരങ്ങളാണെങ്കിൽ അവിടെ പിറന്ന ഗോൾ എത്രയാണെന്നറിയോ? 57 ഗോളുകൾ. ക്രിസ്ത്യാനോ ഇപ്പോഴും തന്റെ മാരക ഫോമിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഈ ഒരു കണക്ക് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. നമുക്കറിയാം, 900 സീനിയർ കരിയർ ഗോളിനെ അടുത്തുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതിനോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ഫുട്ബോളിലും ക്ലബ്ബ് ഫുട്ബോളിലുമൊക്കെ നിരവധി റെക്കോർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം ഇതാ ഒരു പുത്തൻ റെക്കോർഡ് കൂടി പിറന്നിരിക്കുന്നു. എന്തായാലും 207 മത്സരങ്ങളിൽ നിന്ന് 130 ഗോളുകളാണ് ക്രിസ്ത്യാനോ പോർച്ചുഗൽ ജേഴ്സിയിൽ ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത്. എന്നിരുന്നാലും ഇനി യൂറോ കപ്പ് മത്സരങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ക്രിസ്ത്യാനോയുടെ ആധിപത്യത്തിൽ പോർച്ചുഗൽ മിന്നും പ്രകടനം നടത്തുമെന്നുള്ളത് തന്നെയാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരേക്കും ചെറിയൊരു ഗുഡ് ബൈ.